പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. So judges, എന്നാ പിന്നെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. ഒരു ചാലഞ്ച് റൗണ്ട് ആവാല്ലേ? ആവാല്ലേ? എന്നാ വിളിക്കട്ടെ, നിവേദുട്ടൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നിവേദ്. കുഞ്ഞികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. മഞ്ഞും മണിത്തിന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിന്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ, ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പർ ഒരു നാളിൻ സംഗീതമായി, പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുല്ലാങ്ങികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാവും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ.
താങ്ക് യു. നിവേദുട്ടാ, എന്തോ എങ്ങനെ ഉണ്ടായടാ ചാലഞ്ച് റൗണ്ട്? കുറച്ച് പാടാണ്. ആണോ? എങ്ങനെ ഉണ്ടായി പ്രാക്ടീസ് സെഷൻ ഒക്കെ? പ്രാക്ടീസ് സെഷൻ കുഴപ്പമില്ലായിരുന്നു. ഇല്ലായിരുന്നു. പാടിയിട്ടോ? പാടിയിട്ട് കുഴപ്പമില്ല. ചോദിക്കാം. ശരത് സർ. ഹായ് മോനെ. ഹായ്. ടാറ്റ. അവൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, അവൻ ജഡ്ജസിനെ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. നോക്കായിരുന്നു മോനെ. നോക്കരുതെന്ന് പഠിപ്പിച്ചോണ്ട് വരാ, ഇനി നോക്കുന്നു പറയല്ലേ. മക്കളെ, നല്ല പാട്ട്, ഉഗ്രം പാട്ട്, അതായത് സുഖമുള്ള ഒരു പാട്ട്. ആരാണ് ഇതിന്റെ കമ്പോസർ ഔസേപ്പച്ചൻ സാറ്. അണ്ണാച്ചി. ഓക്കെ. ലിറിസിസ്റ്റ് ബിച്ചു തിരുമല സാർ. ബിച്ചു ഏട്ടൻ. പാടിയത് യെസ് സാർ. എന്ത് വേണം, എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ. അതല്ല, അതിമനോഹരമായിട്ടുള്ള ഈ ഫിലിം കണ്ടുണ്ടോ മോൻ? ഇല്ല, ഫിലിം കണ്ടില്ല. പാട്ടിന്റെ വിഷയമാണ്. അതെങ്കിലും കാണാനുള്ള ഒരു വലിയ മനസ്സ് താങ്കൾക്കുണ്ടായതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. മക്കളെ, കാണണോടാ, നല്ല ഫിലിമല്ലേ, ഉഗ്രം പടം. ഉഗ്രം പടം. അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, നിങ്ങൾ റിലേറ്റ് ചെയ്ത പടമാണ്, നിങ്ങളുമായിട്ടാണ് അത് കൂടുതൽ ഇതുള്ളത്. അപ്പോൾ അത് കാണണ്ടേ, വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ഫിലിമൊക്കെ കാണണം മക്കളെ, കേട്ടോ. എനിക്ക് ഈ ഉണ്ണികളെ ഒരു കഥ പറയാം, അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാമെന്ന് തോന്നി. പാടുന്ന ഒരു ശ്രുതിയുടെ കാര്യമാണെങ്കിലും നമുക്കൊന്ന് പാടിയാലോ? ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മോനെ, അതെല്ലാം ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കഥ പറയാം. ശ്രദ്ധിക്കാം മോനെ, നമുക്ക് കിട്ടുന്ന നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? മോന്റെ ശ്രുതി എത്രത്തോളം മോൻ അത് ചേരുന്നുണ്ടെന്നുള്ളതല്ല, ശ്രുതി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നീ പാടിക്കൊണ്ടിരിക്കുന്ന ശ്രുതി മനസ്സിൽ വെച്ച് ധൈര്യമായിട്ട് പാടി പല്ലവി വരുമ്പോൾ നല്ല കണച്ചോ എന്നങ്ങ് പാടണം. അതിനുവേണ്ടിയാണ് ഇതുള്ളത്. അപ്പം മോൻ കുറേ കൂടെ ശ്രുതി ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പം മോനക്ക് ബാക്കിംഗ് ഉള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ മോനെ. പിന്നെ ലാസ്റ്റ് ലൈൻ പല്ലവിയുടെ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. മോനെ, അതൊന്നും കൂടെ ക്ലാരിറ്റി. എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. മോനെ, അത് സുഖപ്പെടുത്തുകടാ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു എങ്ങോ പിറന്നു അതല്ലല്ലോ, എങ്ങോ പിറന്നു ഉണ്ണികളെ. അപ്പൊ അല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുന്നത്. അപ്പൊ അത് മക്കൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നല്ല ജ്ഞാനസ്ഥനാ നീ, അതിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ മക്കൾ. അതുപോലെ അനുപല്ലവിയുടെ എൻ്റെ ഒന്ന് പാടിക്കാൻ. കാര്യം ഈ ഒരു പാട്ടിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ നമുക്ക് ആ ഒരു ഫ്രേസിനെ പറയാം. അപ്പം അത് മോൻ അത് ഉൾക്കൊണ്ടൊന്ന് പാട്. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമായി നാദം നാദം ചേരണം. ഗുഡ് മോനെ, ഗുഡ്. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചോളൂ. നല്ല ജ്ഞാനസ്ഥനാ ചക്കര. ചെന്നക്കാലം നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചിയും ബിജുവേട്ടൻ്റെയും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ആ വടവൃഷ്ടം ദാസേന്റെ പാട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം മക്കളെ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ, ഉഗ്രനായി പാടി. യു ആർ സോ ടാലന്റഡ്. യു ആർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ നുവാൻസസിന്റെ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ പാടി 1000 rupees ആരെങ്കിൽ സെൻഡ് ചെയ്തു. അതന്നെ അങ്ങനെ പാടിയതാണ്. അല്ല, അത് പൈസ കൊടുത്താണ് ഞാൻ കൊടുത്തു. അത് ഇന്നും അസാധ്യമായിട്ട് പാടി. ഇന്ന് കുറച്ച് ഒരു ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. മറ്റേ അനുപല്ലവി ഓൺലി വിത്ത് ശ്രുതി ഇത് പാടുമ്പോൾ തമ്പുരാവരും ചെറിയൊരു കോൺസെൻട്രേറ്റ്, അത് എല്ലാവർക്കും പറ്റും, കുഴപ്പമില്ല. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സുഖിച്ച് പാടുക, അത്രേ ഉള്ളൂ. ഇയാൾക്ക് പറ്റും. ഇയാള് ഉഗ്രൻ സിംഗറാണ് ഇയാള്. ഓ മൈ ഗോഡ്. ഈ എനിക്ക് പറയാനുള്ള എല്ലാവരുടെ അടുത്തും ഈ ഞങ്ങൾക്കൊന്ന് പണ്ട് ഇതിന്റെ പിടിയില്ലായിരുന്നു എനിക്ക്. അതായത് ഈ അബ്സല്യൂട്ട് പിച്ച് എന്നുള്ള സാധനമാണ് ഇപ്പൊ കീബോർഡിലുള്ളത്. A is 440 അല്ലേ?
നമ്മൾ എന്തെങ്കിലും വെച്ച് ഒരു ശ്രുതി സാപ്പാസ എടുത്ത് പാടും, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും വീട്ടിൽ കാണണം, പഠിക്കുക. ഇൻസ്ട്രുമെൻറ്റ് ഇഫ് യു ലേൺ നോ ഇറ്റ്സ് ബെറ്റർ. ആ പിച്ച് സെൻസ് ഭയങ്കരമായിട്ട് വരും. എന്തെങ്കിലും ഇയാളെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? കീബോർഡ് പഠിക്കുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കീബോർഡ് വെരി ഇമ്പോർട്ടൻറ്റ്. കീബോർഡ് ഉണ്ടായിരുന്നോ? Once upon a time. പിന്നെ സ്കൂളിൽ പരീക്ഷയ്ക്ക് പിന്നെ ഇതും വന്നപ്പോ. അല്ല, കീബോർഡ് വിറ്റോ അതോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. അനിയത്തി ഇടയ്ക്കിടയ്ക്ക് വായിക്കും. ആക്ച്വലി വായിക്കുന്നത് കേട്ടാ മതി. ബിക്കോസ് അത്രയും ആ ഒരു നമുക്ക് ശ്രുതി സെൻസ് കിട്ടും. ഈ കീബോർഡ്, ആ നോട്ട്സ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഏതാണ് എ, സി ഏതാണ്, ഡി ഏതാണ്, ഈ ഫ്ലാറ്റ് ഏതാണ്, എവറിത്തിങ് ഇഫ് യു നോ ദെൻ ആ ഒരു ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കത്തില്ല, ഒരിക്കലും ശ്രുതി പോകത്തില്ല. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു പീപ്പിൾ ലേൺ ആൻ ഇൻസ്ട്രുമെൻറ്റ്, എവ്രിബഡി അലോങ് വിത്ത് സിംഗിങ്. ദാറ്റ്സ് മൈ അഡ്വൈസ് ടു യു. എന്തെങ്കിലും ഒരു അഡ്വൈസാണ്. ഞാൻ അഡ്വൈസ് ഞാൻ ചെയ്യാറില്ല, ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു. ഇയാൾ ഉഗ്രനായി പാടി. ചെറിയ ചെറിയ ലാപ്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് ശരത്ത് പാടിച്ചപ്പോ ഉഗ്രനായിട്ട് പാടി. അസാധ്യമായിട്ട് പാടി. സൂപ്പർ, ഗ്രേറ്റ് സ്റ്റഫ് മാൻ. വീണ്ടും ഒരു 1000 പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഷാനിക്ക, നിവേദ അടിപൊളിയായിട്ട് പാടിയാണ്, കലക്കി. ആകെ ഞാൻ ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞ 2 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ അടിവര ഇട്ടുള്ളൂ. അതാ ഞാൻ പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലെ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹൃദയഭാഗമാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു വരി വരുമ്പോൾ. വേറൊരു തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. അമേസിങ്. ഔസേപ്പച്ചൻ സർ, അതുപോലെ ബിച്ചു തിരുമല സർ, ദാസ് സർ, എല്ലാവർക്കും ലെജൻഡ്സ് ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്ന മാജിക്കാണ് നമ്മൾ കേട്ടത്. നന്നായിട്ട് പാടി. ഇപ്പം ശരത്തേട്ടൻ പാടിപ്പിച്ചപ്പോൾ ബ്യൂട്ടിഫുൾ മോനെ. പിന്നെ ശ്രുതി ഇല്ലാതെ മെട്രോണോം മാത്രം ഇട്ടിട്ട് പാടിയില്ലേ, അത് അടിപൊളിയായിരുന്നു. അത് ആ എവിടെയും വഴുതിയില്ല, അവസാനം കറക്റ്റ് പാട്ടില് കേറി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നമ്മളൊക്കെ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് വഴുതല്ലേ. കാരണം ഒന്നാമത് ഇങ്ങനത്തെ ഒരു പാട്ട് ഇതിനെന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ 3 പേരും കൂടെ ചിലപ്പോൾ ഇറങ്ങി വരും അങ്ങോട്ടേക്ക്. അപ്പൊ അതുകൊണ്ട് ബ്യൂട്ടിഫുൾ സിംഗിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. നിവേദിട്ടാ നല്ല കമന്റ്സ് അല്ലേ? പിന്നെ മാർക്കും എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഷാനിക്ക. നിവേദ് 9. സൂപ്പർ. ശരത് സർ 9 മാർക്കടാ. ഓക്കെ, ശ്രീനി സർ. അത് പിന്നെ പറയണ്ടായിരുന്നില്ല, 40 കണ്ട എഴുതിയത്. 1000 രൂപയുടെ ചെക്കും എഴുതിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അടുത്തത് ഒരു ഫാമിലി റൗണ്ട് ആയാലോ? കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ആവാം. ഓക്കെ, അപ്പൊ ഫാമിലി റൗണ്ടിൽ വരുന്നത് നമ്മളുടെ അമ്മയ കുട്ടിയും ഫാമിലിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അമ്മയ ആൻഡ് ഫാമിലി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. 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 അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി.
ചുടറിപ്പോയി ചൂടാറിപ്പോയി വേഗം 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 തോരെ തോരെ വിളമ്പി കൊതി കൊതി കത്തി അടിയടി പറ്റി കടികടി പറ്റി ചടിയടി പറ്റി കൊതി കത്തി അടിപറ്റി കരിപറ്റി ചടിപറ്റി വട്ടായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി അമ്മായി ആകെ ക്ഷീണിച്ചു. ഞാൻ പോകട്ടോ. അവിടെ നിന്നേ ഇവിടെ നിർത്താക്കെ വെച്ചിട്ടങ്ങ് പോയാ മതി. എന്റെ കയ്യിലേക്ക് ഒന്നുമില്ല അമ്മായി. എന്തോന്ന് ചുമ്മാ ഇരുന്ന് അപ്പൊ എന്റെ അതെ നിന്റെ പോക്കറ്റിലും കഷത്തിലൊക്കെ വെച്ചങ്ങനെ എടുത്ത് വെച്ചവിടെ. കക്ഷത്തിലോ? അമ്മായി ഇനി എന്നോടൊന്നും ചോദിക്കല്ലേ, ഇത്ര സാധനമേ ഉള്ളൂ, ഞാൻ പോന്ന്. ഇത് നിന്റെ സ്ഥിരം പരിപാടി ആയോണ്ടാ. ആ ഇനി നീ പൊക്കോ. എന്നാ ശരി അമ്മായി. വെക്കണേ ദോഷമാവോ? എന്റെ പൊന്നമ്മായി ഇന്ന് കാശൊന്നും തടഞ്ഞില്ലേ, ആകെ ദോശമാവ കിട്ടി. ഒന്ന് പോയ അമ്മായി, ഇത് എനിക്ക് ദോശ കൂടാൻ കൊണ്ടുപോയ പോയി കട നോക്ക്. അമ്മയാ എന്താ അടിപൊളി. ഹായ് അമ്മായി. അമ്മായി 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 ഒരു രക്ഷയില്ല അമ്മായി. ഒരു ഒന്നൊന്നര അമ്മായി. അമ്മായി അമ്മായിയുടെ ഡാൻസ് ഒക്കെ ആസാദ് ആസാദ് അമ്മായി ഡാൻസറാണ്. RLVയില് സ്റ്റുഡന്റ് ആണ്. അതെ ഇപ്പൊ അല്ല, ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വണ്ടർഫുൾ വണ്ടർഫുൾ. മ്യൂസിക് ടീച്ചറാണോ? മ്യൂസിക് ഡാൻസ് ടീച്ചർ. ഓ ഡാൻസ് ടീച്ചർ. അതാ എന്ത് രസമായിട്ട്. അപ്പൊ ഇത് കൊറിയോഗ്രാഫി ചെയ്തത് അമ്മായിയാണോ? അതെ അതെ ത്രെഡ് കിട്ടിയത് നമ്മുടെ വേറെ സ്ഥലത്താണ്. അത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് അമ്മായിയാണ്. അമ്മായിക്കാണ്. വെരി നൈസ്. സൂപ്പർ. എനിക്കൊന്ന് നമ്മള് കണ്ട ഫാമിലി റൗണ്ടുകളിൽ വെച്ച് ഇപ്പോൾ മികച്ചു നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളാണ്. തന്നെ. അടിപൊളി. താങ്ക് യു സർ. ഇനി ഇതൊക്കെ എല്ലാരും കസിൻസാ. മകളെ പറഞ്ഞ് പരിചയപ്പെടുത്തു. അത്ര അനിയത്തി. ഇത് അമ്മയുടെ അനിയത്തി. ആണോ? ഇവിടെ ആദ്യം കൊടുക്ക്. ഹലോ. എന്താ മക്കളെ പേരെന്താ? അമ്മയുടെ അനിയത്തിയുടെ പേരെന്താ? ആത്മിക. ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്സില്. 2ാം ക്ലാസ്. അനിയത്തി പാടുവോ? പാട്ട് പഠിക്കാൻ സ്റ്റാർട്ട് പഠിച്ചു തുടങ്ങിയുള്ളൂ. ഓക്കെ. ഇനി ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടുത്ത്. ഇത് എന്റെ അച്ഛന്റെ കസിന്റെ മക്കളെ ഇത് ഒരു ബന്ധം അറിഞ്ഞൂടാലോ ഈ കൊച്ചിനെ. ഇവളെല്ലാം കയ്യിൽ നിന്ന് പോയി ശരിക്കും. എല്ലാം പറഞ്ഞാൽ അച്ഛന്റെ കഷ്ടത്തിന്റെ എന്ന് പറഞ്ഞ് തുടങ്ങും. ഒന്നും അറിഞ്ഞുകൂടാ. സ്വന്തം കുടുംബക്കാർ ഫാമിലി റൗണ്ടാ. ഫാമിലി റൗണ്ടാ. മോളെ അപമാനിച്ച് വിട്ടെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്ക്. ഇത് അച്ഛന്റെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ. പറഞ്ഞോ. ഇത് രമ്യാന്റിയുടെ പിള്ളേരാണ്. രമ്യാന്റി അച്ഛന്റെ കസിൻ സിസ്റ്റർ. ഓക്കെ. അച്ഛന്റെ കസിൻ സിസ്റ്ററിന്റെ പിള്ളേരാണ്. ഇത് അനന്യ ചേച്ചിയാണ്. ഞങ്ങള് ഉണ്ണി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഇത് കാർത്തിക ചേച്ചി, കാർത്തു എന്ന് വിളിക്കും. ഇത് അനാമിക ചേച്ചി, ഞങ്ങള് പൊന്നൂന്ന് വിളിക്കാം. ഓക്കെ. ഇത് ദേവപ്രിയ ചേച്ചി, ഞാൻ കുഞ്ഞു ചേച്ചി എന്ന് വിളിക്കും. പല പല പേരുകളുണ്ട്. ആണല്ലേ? ദൈവത്തിനെ പോലൊക്കെ ഇഷ്ടം പോലെ പര്യായമുള്ള ഒരാള്. അമ്മയെ എങ്ങനെയാ ആള്? കൊഴപ്പില്ല, പാവാ. അമ്മയാൻ എല്ലാരും എന്താ വിളിക്കണേ? മണിക്കുട്ടി എന്ന് വിളിക്കും. മണിക്കുട്ടി. മണിക്കുട്ടി ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് മണിക്കുട്ടി. മണിക്കുട്ടി വരാൻ കാരണം എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മണിക്കുട്ടൻ എന്നാ. മണിക്കുട്ടന്റെ കുട്ടി മണിക്കുട്ടി. അങ്ങനെ. മണിക്കുട്ടന്റെ കുട്ടി മണിക്കുട്ടി. അപ്പൊ നമുക്ക് ഇനി ഇടയ്ക്ക് അങ്ങനെ വിളിക്കാം അല്ലേ? ഇനി അങ്ങനെ മതി. മണിക്കുട്ടി മതി. മണിക്കുട്ടി ഷെയ്ഡ്സ് ഒക്കെ വെച്ച് വന്നേക്കുക.
നിങ്ങൾ എവര് കുടുംബക്കാർ എന്താ പറയണ്ട, ഒരു കുടുംബത്തല്ലിനുള്ള ആളുണ്ട്, എങ്കിലും അവർ മനോഹരമായിട്ട് ചെയ്തു. അതെ, ബ്യൂട്ടിഫുൾ. അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ, എൻ്റെ വക സ്പെഷ്യൽ കൈറി. അതുപോലെ മോൾ, എനിക്ക് ഞാൻ പേടിച്ച ഒരു കാര്യം, നീ പാൻറ്റിൻ്റെ പോക്കറ്റിൽ എന്തോ മൈക്ക് വെച്ചിട്ട് അത് കൃത്യമായിട്ട് എങ്ങനെ കിട്ടി മോടെ കയ്യിൽ? അതൊരിക്കലും കിട്ടേണ്ടതല്ല, അപ്പങ്ങൾ കേൾക്കേണ്ടതല്ല. അത് അടുത്ത വരി തൊട്ടാ അടുത്ത വാക്ക് തൊട്ടാ കേൾക്കേണ്ടത്. മൈക്ക് പോക്കറ്റിൽ കിടക്കുക, അതെന്താണ് എടുക്കാൻ ലേറ്റ് ആയിപ്പോയോ? ഓ, അതൊരു ഞാൻ എടുക്കാൻ വന്നപ്പോ അത് കിട്ടണില്ല. അപ്പം എടുത്തങ്ങ് പാടി കൂളായിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ. എന്നിട്ട് തിരിഞ്ഞു നടന്നപ്പോ ഒട്ട് കേട്ടതുമില്ല. വേറെ എന്തോ അത് കേട്ടതുമില്ല. ഒരു മോളെ കുറച്ചും കൂടെ ഒരു ശക്തിയാവാമെന്ന് തോന്നി പാട്ടിൽ കേട്ടോ, കുറച്ചും കൂടെ ഒരു ഗുമ്മാകാമെന്ന് തോന്നി. ഇതൊരു തട്ടുപൊളിപ്പും പാട്ടല്ലേ. ഇതാരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? എഴുതിയത് ഗോപിയുടെ പാട്ടാണ്. ഒരു സമയത്ത് ഇതാ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ സ്ഥലത്തും. കുറെ സന്തോഷം ഗോപിയുടെ ഒരു പാട്ട് പാടിയതിൽ. പിന്നെ എഴുതിയത് റാഫീഖ് അഹമ്മദ് സാർ. അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല. ഓക്കെ, അടുത്തത് പാടിയത് അന്ന കാതറീന. ഓക്കെ, അപ്പോൾ അതെല്ലാം ആയി. അപ്പം മോളെ, എനിക്ക് ഫീൽ ചെയ്തത് മോക്ക് കുറച്ചും കൂടെ ആ പാട്ടിൻ്റെ ഒരു ഓളത്തിലേക്ക് ഇറങ്ങാമായിരുന്നു, കുറച്ചും കൂടെ പവർ ആകാമായിരുന്നു തോന്നി കേട്ടോ. അതേ ഉള്ളൂ. പക്ഷേ ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇവിടെ ഫാമിലി റൗണ്ടിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്, ഉറപ്പായിട്ടും. മോള് പാട്ട് ഒരു ഇച്ചിരി കൂടെ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആക്കാമായിരുന്നു മോളെ കേട്ടാ. അത്രേ ഉള്ളൂ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക അമ്മയാ എന്താ സാർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ദി ബെസ്റ്റ് പെർഫോമൻസ്, ഫാമിലി പെർഫോമൻസ്. കാരണം ഭയങ്കര സിങ്ക് ആയിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിൽ. എസ്പെഷ്യലി അവസാനം അമ്മായി വന്നിട്ട് അമ്മായി, കാരണം എന്താണെന്നറിയോ, അത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെ വന്ന്, പക്ഷെ എല്ലാവരും ഒന്നിച്ച് ആ ഡാൻസ് കളിച്ചപ്പോഴുണ്ടല്ലോ, എല്ലാവരും നന്നായി കളിച്ചു. എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. പിന്നെ ഓക്കെ, പാട്ടിലേക്ക് വരുമ്പോഴും മോളെ ഞാൻ കണ്ട പ്രോബ്ലം ടെമ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മിസ്സാവുന്നുണ്ടായിരുന്നു. മോള് ടെമ്പോ, കാരണം ഇത് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പാട്ടാണ്, അപ്പൊ അതിന് ഒത്ത് നമ്മളിങ്ങനെ നിൽക്കണം. ഓഫ് കോഴ്സ് ഡാൻസും പരിപാടികളൊക്കെ യു ഹാവ് ഡൺ ഇറ്റ്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല സിങ്കിലായിരുന്നു. ഇനി ആ ടെൻഷൻ ഉണ്ടായിരുന്നോ, ഡാൻസിന്റെ സ്റ്റെപ്പ് മറന്നു പോകുന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലായിരുന്നു. ഓക്കെ, ആദ്യത്തെ അപ്പത്തിന് കറക്റ്റ് മൈക്ക് പുറത്തു വന്നു. പക്ഷെ പിന്നെ വന്ന അപ്പം അത് ആരും കണ്ടില്ല, കരിഞ്ഞു പോയി. എമ്പാടും തൊട്ടേ കേട്ടുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോളെ, കാരണം അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ മാർക്ക് ഇടുന്നത് ഓഫ് കോഴ്സ് യെസ് പെർഫോമൻസ് യെസ്, ബട്ട് അതിന്റെ മേലെ ഡെഫിനറ്റ്ലി സിംഗിങ് ആണ്. ഇത് ഒരു ഓളം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്, നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. അതിന് ഡെഫിനറ്റ്ലി കുഡോസ്, വലിയ കയ്യടി. സിംഗിങ് മാത്രം ഒന്ന് നോക്കാമല്ലേ കേട്ടോ, ഒന്ന് ടെമ്പോയില് കൃത്യമായിട്ട് ലോക്കാവുക, ഇതൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാട്ടിന്. കാരണം അങ്ങനെയാണ് എന്നെ ഇത് പാടി വെച്ചേക്കണം. അതുപോലെ ഗോപിച്ചേട്ടൻ്റെ മ്യൂസിക്, റഫീഖ് ഖാൻ്റെ എഴുത്ത്. എനിക്കും ഈ സിനിമയായിട്ട് ഭയങ്കര ഓർമ്മകളുണ്ട്. എനിക്കൊന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 റൂമിലാണ് 2 പടങ്ങളുടെ വർക്ക്. ഒരു ചെന്നൈയിൽ കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഈ കാർത്തിക്കിന്റെ ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിന് പറയാം. ഒരു ബ്ലൂ കളർ വലിയ വീടാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് 2 ബെഡ്റൂമിലായിട്ട് 2 പടങ്ങളുടെ വർക്കാണ് നടക്കണത്. ഒന്ന് ഉസ്താദ് ഹോട്ടൽ, ഒന്ന് തട്ടത്തിൽ മറയത്ത്. അപ്പം നമ്മൾ എപ്പോഴും രാവിലെ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അപ്പൊ അൻവർക്ക ഉണ്ടാവും, ഇവിടെ നമ്മളുണ്ടാവും, വിനീത് ഉണ്ടാവും, ഇപ്പത്തെ ചിലപ്പോൾ ഗോപിച്ചേട്ടൻ ഉണ്ടാവും. എല്ലാരും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ടാണ് ഒന്നിച്ചിരുന്ന് കഴിക്കണേ. എന്നിട്ട് അവരവരുടെ വഴിക്ക് പോകും. രാത്രി ഡിന്നർ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും തിരിച്ചു വന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ച് പിന്നെ അതാത് റൂമിലേക്ക് പോയി ബാക്കി പണി. അപ്പൊ അതൊരു ഭയങ്കര സുഖമുള്ള രസമുള്ളൊരു ഓർമ്മയാണ്. 2 സിനിമയും അടിപൊളിയായിട്ട്, 2 സിനിമയും നന്നായിട്ട് പോയി. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളു മക്കളെ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാൻ, ഇതൊരു എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. വളരെ ഒരു ഓൾമോസ്റ്റ് പ്രൊഫഷണൽ ലെവലിലാണ് അവർ കാണിച്ചത്. അയ്യോ, സമ്മതിച്ചു നിങ്ങൾ. അയ്യോ, അമേസിങ്. എന്തൊരു
മോഷണം വരെ ഹൈടെക് ആയിരുന്നു. അല്ല, കംപ്ലീറ്റ് ആ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ആക്ടർ ആയിരിക്കും. ആൻഡ് ദെൻ യു സ്റ്റാർട്ടഡ് ഡാൻസിങ്. മൈ ഗോഡ്, അങ്ങനെ ആയിപ്പോയി നമ്മള്. ഫാന്റാസ്റ്റിക്. പിന്നെയാണ് അറിയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ ക്വാളിറ്റീസും. ബട്ട് എനിക്ക് പറയാനുള്ളത് അമ്മയുടെ അച്ഛൻ കസിൻസൊക്കെ അസാധ്യമായിരുന്നു. അച്ഛൻ്റെ ഒരു സ്പിരിറ്റ്, ഒരു കോപ്പറേഷൻ ആയിരുന്നു. മൈ ഡോട്ടർ ഇസ് ഇൻ ദിസ് കോമ്പറ്റീഷൻ, അതുകൊണ്ട് ഞാൻ മാക്സിമം ഐ ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു അതൊരു ഭയങ്കരം തന്നെയാണ്. അത് ഈ നിങ്ങളുടെ ഈ ജനറേഷനിൽ ദ സപ്പോർട്ട് ദാറ്റ് യു ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ, അത് ശരിക്കും യുനോ ആ ഒരു സാധനം കുട്ടികൾക്ക് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും, അവർക്ക് ഇമോഷണലായിട്ട് എന്തൊരു സ്ട്രോങ് ആവും അവർ. അമേസിങ്, ഗ്രേറ്റ് സർ. താങ്ക് യു സോ മച്ച്. ആൻഡ് അമ്മയ നന്നായി പാടി. യു സാങ് ഇറ്റ് വളരെ കൂളായിട്ട് പാടി, ഒരു പ്രശ്നമില്ലാതെ. ഓക്കെ, ഈ ഒരു പാട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈസി. ചില ചരണത്തിൽ ഒരു ഇതൊക്കെ അല്ല, ഒരു നമ്മൾ ആഡ്ലിബ് പോലത്തെ സാധനങ്ങൾ, ഇറ്റ് ഇസ് നോട്ട് ഒരു ഇംപ്രവൈസേഷൻ പോലത്തെ സാധനങ്ങൾ. യു സാങ് ഇറ്റ് സോ വെൽ. അതായത് എന്ത് പാടിയാലും ഒരു കാഷ്വലായിട്ട് പാടി. സംടൈംസ് അത് വർക്കാവും, സംടൈംസ്. ബട്ട് കുറച്ചും കൂടി ശ്രുതി എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പിച്ച്, കീ ഇല്ല, കീ മേ ബി അമ്മയുടെ വോയിസിന് കുറച്ചും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ പവർ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബീൻ ഈവൻ ബെറ്റർ. ഐ ഡോണ്ട് നോ വെദർ ഇത് ഒറിജിനൽ ശ്രുതിയാണോ? ഒറിജിനൽ ശ്രുതിയാണ്. അപ്പോൾ മേ ബി ഫോർ ആ ഒരു സിംഗറിന്, ഒറിജിനൽ സിംഗറിന് അത് കറക്റ്റ് ആയിരുന്നു കാണും. ഐ ഡോണ്ട് നോ അബൌട്ട് യുവർ വോയിസ് ഓൾവേസ് സെലക്ട് ദ റൈറ്റ് ശ്രുതി ഫോർ യു. ആൻഡ് ദ വയലിൻ വാസ് എക്സ്ട്രോണറി. കലക്കി. ആൻഡ് അതൊക്കെ അവസാനം ഷിനും കൂടെ കയറി ആ ഒരു ഗ്ലൈഡ്, അമേസിങ്. ഓ മൈ ഗോഡ്, ഓർക്കസ്ട്ര എന്നായിരുന്നു. ഓൾ ഇൻ ഓൾ ബസ് അയ്യോ ഭയങ്കര രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിച്ചില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുമായിരുന്നു. ആൻഡ് ടിൽ ദ ക്ലൈമാക്സ് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഐ മീൻ ദ ക്ലൈമാക്സ് വാസ് ഓൾസോ ഗ്രേറ്റ്. ഓക്കേ, താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് യു വാണ്ട് ടു ട്രൈ ഇറ്റ് ഓൺ എ ഹയർ സ്കെയിൽ. എനിക്ക് അറിഞ്ഞൂടാ, മേ ബി ഹയർ കീ നോക്കാം. ജസ്റ്റ് ഗിവ് എ ഹയർ കീ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ വന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ വന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. ഇത് കുറച്ചുകൂടി ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു കേട്ടോ. സോ മേ ബി ഓൾവേസ് സെലക്ട് ദ റൈറ്റ് കീ. ഓക്കേ സർ. ഓക്കേ ശരത് സർ. യെസ്. മാർക്ക് പ്ലീസ്. മക്കളെ ഞാനൊരു 8 മാർക്ക് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക? ഞാനൊരു 0.5 കൂടെ കൂട്ടിത്തരാം. 8.5. ഓക്കേ ശ്രീനി സർ. അത് 8 എന്റെ മനസ്സിലുണ്ടായത്. 0.5 ഫുൾ ഫാമിലിക്ക്. കണ്ടാ, അതുകൊണ്ട് എന്താ 0.5 കിട്ടിയില്ലേ? സോ ടോട്ടൽ 16.5 മാർക്സ്. ഗുഡ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അപ്പൊ ലാസ്റ്റ് നമുക്കൊരു നാടൻ പാട്ട് കേട്ടിട്ട് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അത് പൊളിക്കല്ലേ? അപ്പൊ ഒരു കിസ്ല നാടൻ പാട്ടായിട്ട് വരുന്നു നമ്മുടെ സ്റ്റാർ സർഗക്കുട്ടി. പാരന്റ്സിന്റെ സ്വന്തം സർഗക്കുട്ടി. അതെ, മാതാപിതാക്കൾ വളരെ സ്നേഹമുള്ള കുട്ടി. ഓക്കെ, അപ്പൊ നല്ലൊരു അടിപൊളി നാടൻ പാട്ടായിട്ട് വരുന്നു നമ്മുടെ സ്വന്തം സർഗക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം സർഗ.
ഇടിയും വെട്ടി മഴയുടെ ശക്തിയുടം പറുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൾ ഒപ്പമായി പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല ആകാശവീഥി തോറും കറങ്ങിത ആനന്ദ ചെമ്പരുന്ന് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരലു കൊത്താൻ ആകാശവീഥി തോറും കറങ്ങിത ആനന്ദ ചെമ്പരുന്ന് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരലു കൊത്താൻ പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല വെള്ളപ്പരപ്പിൽ കണ്ട് പരല് തുള്ളി കളിച്ചൊരുങ്ങി നിരന്ന് വിഷും വലയിലെല്ലാം നിറഞ്ഞ് തൂവെള്ളിപ്പൂ പരല് വെള്ളപ്പരപ്പിൽ കണ്ട് പരല് തുള്ളി കളിച്ചൊരുങ്ങി നിരന്ന് വിഷും വലയിലെല്ലാം നിറഞ്ഞ് തൂവെള്ളിപ്പൂ പരല് പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടണല്ല പൂവയലിലെല്ലാം പരലിന്റെ തുള്ളി കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ണിറങ്ങി പോകുന്നിറ ചെമ്പുള്ളി ചെമ്പരുന്ന് അന്ന് വയലിലെല്ലാം പരലിന്റെ തുള്ളി കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പോകുന്നിറ ചെമ്പുള്ളി ചെമ്പരുന്ന് പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി ചോറും പുറത്തേറി പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി ചോറും പുറത്തേറി താങ്ക് യു. സർഗ എന്തോ പൂച്ചയായിട്ടുള്ള സർഗയൊക്കെ മാറി. അല്ല അത് അന്ന് അമ്മ തന്നെ വന്നിട്ട് പൊളിച്ചടുക്കിയിട്ട് പോയില്ലേ? അത് വേറെ ലെവൽ. അതിൽ നിന്ന് നിനക്ക് മോചനമില്ല മോളെ, ഒരിക്കലും ഇല്ല. ഇപ്പോഴും അമ്മയെ കാണുമ്പോഴൊക്കെ തൊഴാറുണ്ടോ മോളെ? പഴയ പോലെ കാല് കഴുകി കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യണം കേട്ടോ. ഫാമിലി റൗണ്ട് അറിഞ്ഞപ്പോ തൊട്ട് അവള് വല്ലാണ്ട് ചെയ്യുന്നുണ്ടാവും, കാരണം അമ്മ വരുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും പൊളിച്ചു, അടിപൊളിയായിരുന്നു. താങ്ക് യു. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഷാനിക്ക. സർഗ എന്തോ നന്നായിട്ട് പാടി മോളെ. ഈ പറഞ്ഞ പോലെ സർഗ ഇങ്ങനത്തെ പാട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല, എടുത്തിട്ടില്ല. ആ, അപ്പൊ എന്തായാലും ആ ഒരു സർഗയുടെ ആ ഒരു വേർഷൻ കേൾക്കാൻ നമുക്ക് പറ്റി. തുടക്കത്തില് ഏകദേശം തീരുന്നിടം വരെയും എനർജി ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്ത് അവസാനം ആയപ്പോഴേക്കും കുറച്ചൊന്ന് ഗ്യാസ് ഔട്ട് ആയോ എന്നൊരു സംശയം. കുറച്ചൊരു ഇത് മോളെ, ഇത് എന്താന്നറിയാം, ഇത് നമ്മൾ ഇങ്ങനത്തെ പാട്ടിൽ ഇങ്ങനത്തെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ വിത്ത് മൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇപ്പം എനിക്കറിയുന്ന 2-3 സിംഗേഴ്സ് ഉണ്ട്. അവര് ഇപ്പം എന്തെങ്കിലും ഷോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ പാട്ടിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അവർ ട്രെഡ്മില്ലിൽ കയറിയിട്ടാണ് ചെയ്യാം. എന്ന് വെച്ച് ഭയങ്കര സ്പീഡിലല്ല, ഒരു 2, 3, 4 സ്പീഡിൽ നടന്നുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത് ഭയങ്കരമായിട്ട് സ്റ്റേജിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് അവർ പാടാൻ വരുമ്പോൾ ട്രെഡ്മില്ലിനും കൊണ്ടുവരും സ്റ്റേജിൽ. ഞാൻ ആലോചിച്ചു എന്ത് പറയുന്നു. ശ്രീനിസർ ഞാൻ ഇയാളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയതാ, ഒരാൾ ട്രെഡ്മില്ലിൽ നിന്ന് പാടുന്നത്. അതിന്റെ ഒരു കണ്ടീഷൻ ആലോചിച്ചു. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്, ഞാൻ പിന്നെ പറയാം. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. ബാക്കി പിന്നെ കോറസും പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല നിങ്ങളുടെയും
ആ മൂവ്മെന്റും ആ സിങ്ക് ഒക്കെ നല്ലായിരുന്നു. എവിടെയെങ്കിലും തപ്പിയോ നിങ്ങൾ? എല്ലാം പക്കയായിരുന്നല്ലോ അല്ലേ? ഓക്കെ, അവരിപ്പോ സമ്മതിക്കുമോ? അതെ. നോക്കിയിരുന്നു. ഓക്കെ, ഇത് നമ്മൾ സമ്മതിച്ചത് അന്നേനെ എന്നൊക്കെ. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ സമയത്ത് നമ്മൾ മണിച്ചേട്ടനെ എന്തായാലും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ പാട്ട് എടുത്തോണ്ട് വന്നതിന് താങ്ക്സ് മോളെ. ഓർക്കസ്ട്ര അടിപൊളിയായിരുന്നു കേട്ടോ, പൊളിച്ചായിരിക്കും. അതിനിടയിൽ ഒരു ബേസ് ലൈൻ ഉണ്ട്. ഓ, എനിക്ക് അത് ഒന്നുകൂടി കേൾക്കണം. ആ ഒരു ഉണ്ണിച്ചേട്ടാ ഉണ്ണി അത് വേറെ ഏതോ പാട്ടിന്റെ വായിച്ചത് അതിനിടയ്ക്കായി പോയത്. പക്ഷെ ഭയങ്കര രസമുണ്ട് അത്. ഉണ്ണി എടാ നീ കലക്ക്. അപ്പരലി പരലി പരലി പൂവാലി പരലി പരലി ഇന്നലെ നിരത്ത് പരല് വെള്ളത്തിലോടനല്ല. അപ്പരലി പരലി പരലി പൂവാലി പരലി പരല് ഇന്നലെ നിരത്ത് പരല് വെള്ളത്തിലോടനല്ല. ഓക്കെ ഓക്കെ, നേരത്തെ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തിട്ട് വേറെന്തോ അല്ലേ, വേറെന്തോ വായിച്ചത്. ആ അടിപൊളിയായിരുന്നു അത്. പിന്നെ ഓഫ് കോഴ്സ് മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേജിലും വേറെ ഏതെങ്കിലും പാട്ടുകളായിട്ട് ഇങ്ങനെ ഒന്ന് താണു പോകുന്നു തോന്നുമ്പോൾ പറഞ്ഞ വിനീത് എന്നോട് പറയാം, അളിയ അടുത്തത് മണിച്ചേട്ടൻ്റെ കലക്കാം. എന്നിട്ട് പിന്നെ ആളുകളെ കാണണം. അത് ഒന്ന് പാട്ടുകളുടെ പോപ്പുലാരിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തോടുള്ള സ്നേഹം, അത് ഭയങ്കരമാണ് കേട്ടോ മണിച്ചേട്ടനോട്. മണിച്ചേട്ടനെ നമ്മൾ എല്ലാവരും ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കുന്നു. അത്രേ ഉള്ളൂ മോളെ. അവസാനമായപ്പോഴേക്കും കുറച്ചൊന്ന് ടയർഡായി, അത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷെ ആ ഹോൾ ആക്ട് അഗൈൻ പറഞ്ഞ പോലെ ആ സംഭവം എല്ലാവരും കൂടെ വന്നിട്ട് ആ പരിപാടി അങ്ങ് ജോറാക്കി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ, എന്തോ ഒന്നാമത് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് കലാഭവൻ മണി. ഒരു അതുല്യ കലാകാരൻ, ഒന്നും പറയാനില്ല. അദ്ദേഹം പാടുന്നതും അത് എവിടെ കൊണ്ട് ഇറക്കി വിട്ടാലും ആ നാട്ടുകാരെ മുഴുവൻ എടുത്ത് പോക്കറ്റിലിടും പാടി. അങ്ങനൊരു അത് പാടുന്നത് തുറന്നടിച്ചങ്ങ് പാടുകയല്ലേ, അതിനകത്ത് കള്ളത്തിലൊന്നുമില്ലല്ലോ കലാഭവൻ മണിക്ക്. ഒരു എന്താ പറയണ്ട, ഒരു നല്ല മനുഷ്യൻ. അത് ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മുടെ ഷോയിലും പിന്നെ എയർപോർട്ടിലുമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇരിക്കും നമ്മുടെ പേര് വിളിക്കട്ടെ എന്നിട്ട് പോവാന്ന്. ഫ്ലൈറ്റ് അനൗൺസ് ചെയ്താലൊന്നും പോവാതെ അവിടെ ഒളിച്ചിരുന്നിട്ട് അത് കലാഭവൻ മണി ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലെന്ന് പറയണം. ശരത് എന്ന്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചുമ്മാ ഒരു രസത്തിന്. അപ്പൊ ഇപ്പം കണ്ടോ ചെറിയൊരു അതൊക്കെ ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് നോക്കത്തില്ല, അത് പോയാനത് ഫ്ലൈറ്റ് ഞങ്ങളെ പിടിച്ച് കൊണ്ടുപോയി. ഇല്ല ഞാൻ പറയാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുമല്ല പേടിയാണ്, ഇയാൾ നിൽക്കത്തില്ല കൂടെ. ആര്? ഇല്ല, എന്നെ പിടിച്ച് നിർത്തിയാണ്, അങ്ങനെ നിൽക്കും ഞാൻ. ആ ഫ്ലൈറ്റ് കുലുങ്ങുമ്പോഴുള്ള പേടി, അല്ലാതെ ഐ ആം കൂൾ. അപ്പം മക്കൾ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറയാം. പരല് കഴിച്ച് മരിച്ചു പോയ ഒരാളുടെ വീട്ടിൽ പോയി പിരുന്ന് പാടി എങ്ങനെ പാടും? കുഞ്ഞിന് വലിയ വിഷമമായിരുന്നു മുഖത്ത്, ഒരു സന്തോഷവുമില്ല നിനക്ക്. അതെന്താണ് ഒന്ന് ചിരിച്ച് പാടിയാല് അങ്ങനെ പാടാൻ പറഞ്ഞല്ല. ആ ചിരിക്കുന്നില്ല നീ, ഏതാണ്ട് സങ്കടപ്പെട്ടിട്ട് ദുരിതപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോയല്ലോ ദൈവം, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ലെവലില്ല. അങ്ങനെയല്ല, കുറേ നിങ്ങൾ ആ സന്തോഷമാണ് നമ്മളിലേക്ക് എത്തുന്നത്. നിങ്ങൾ കരഞ്ഞോണ്ടെന്ന് പറയാതെ നമുക്ക് ആ ഒരു എന്തോ ഒരു 5 പൈസയുടെ കുറവ് ഫീൽ ചെയ്യും. ശരിയാണോ? അമ്മ അച്ഛനെ സ്നേഹിക്കുന്ന കുട്ടി ആണോ? നമുക്കൊന്ന് ചിരിച്ചാ പല്ലവി മാത്രം ഒന്ന് പാടിയാലോ. ഷിനു നമ്പ്യാരെ. അപ്പരലി പരലി പരല് പൂവാലി പരലി പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല. അപ്പരലി പരല് പരല് പൂവാലി പരലി പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനല്ല. അതൊക്കെ കുറച്ച് സന്തോഷമാണ് കേട്ടോ. വെള്ളത്തിൽ ഓടുന്നതെന്ന് പറഞ്ഞാൽ അത് മോക്ക് എന്തോ വിഷമോ, അത് വെള്ളത്തിലോടുന്നു, കരയിൽ ഓടേണ്ടതല്ലേ എന്നുള്ള വിഷമത്തിൽ. അങ്ങനെ അല്ല, അത് കുറച്ച് സന്തോഷിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതെന്താ പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് അറിഞ്ഞില്ല. വാട്ട് എവർ ഹാപ്പിനെസ് വേണം ജീവിതത്തിൽ കേട്ടോ. അമ്മ അച്ഛനെ സ്നേഹിച്ചാൽ പോരാ, സന്തോഷവും വേണം നമുക്ക് കേട്ടോ. അല്ല ഇപ്പൊ സഹായിക്കാറുണ്ടോ? ചെറുതായിട്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല കുഞ്ഞിന്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മോളെ. നിനക്കൊന്നുമില്ല, നീ വളരെ നോർമൽ. അപ്പൊ മക്കളെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ. എനിക്ക് സർഗയുടെ പ്രീവിയസ് പെർഫോമൻസ് ഓർമ്മ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര അതൊരു എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നൊരു കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരു വിഡ്രോ ചെയ്ത് പാടി. ബട്ട് ഇന്ന് ഇറ്റ് വാസ് ദി ഓപ്പോസിറ്റ്. യു ആർ ഫാന്റാസ്റ്റിക്. ഓർമ്മയല്ലേ? അല്ല ഞാൻ വന്നപ്പോ ചോദിച്ചിരുന്നു ടെൻഷനൊക്കെ മാറിയോന്ന്. ആണോ?
കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോ ഏതാ പാട്ട് പാടിയ മോളെ, അങ്ങനെ എങ്ങനെയായിരുന്നു പാടിയത്, അതൊക്കെ ചോദിച്ചു. അത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും നീ പറയുന്നത്. അല്ല അങ്ങനെ ചോദിച്ചില്ല. എടാ നിന്നെ പോലെ അല്ല അല്ല എല്ലാവരുടെയും ഓർമ്മയുണ്ടല്ലേ കറക്റ്റ് ആയിട്ട്. സർഗ, അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. അന്ന് ഹാപ്പി ആയിട്ട് തന്നെയാണ് പാടിയത്, വളരെ ഹാപ്പി ആയിട്ട് പാടി. ഇനി കുറച്ചും കൂടെ അടിച്ച് പൊളിക്കാം. ഓക്കെ, ശ്രുതിയൊക്കെ ഈവൻ ഇഫ് ഇറ്റ് ഗോസ് ഇറ്റ്സ് ഓക്കെ, കുറച്ചൊക്കെ പോവും സംടൈംസ്. ആ ഫോക്കിന്റെ നല്ല ഒരു രസം ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു അബാൻഡൻ എന്ന് പറയും, അബാൻഡനിൽ പാടി. ഇങ്ങനെ പോട്ടെ, ഏത് പാട്ട് പാടിയാലും ഇങ്ങനെ പാടണം, ഇതേ ഫീലിൽ. അതാണ്, അതായത് ഈ ഫീൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതേ ഫീലിൽ പാടണം. നമ്മൾ ബാക്കി ഇവരൊക്കെ ഉള്ളത് കള, ഇത്ര ഓർമ്മയുള്ള ഒരാൾ മുമ്പിൽ ഇരിക്കുന്നത് കള. അതന്നെ, അത് വേണ്ട, ആവശ്യമില്ല, ആരും നോക്കണ്ട. താങ്ക് യു സർ. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ, മോളെ 8.5. ഓക്കെ താങ്ക് യു ശരത് സർ. ഷാനിക്ക സെയിം 8.5. ശ്രീനി സർ 9.8. അങ്ങനെ എഴുതി. ഓക്കെ എഴുതി ഇട്ടു. സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. ഇനി ഞങ്ങൾ ഫാമിലി റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അമ്മയെ കാണണം വേഗം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ മണിച്ചേട്ടന്റെ ആ ഒരു അടിപൊളി പാട്ട്, സർഗയുടെ ആ ഒരു പെർഫോമൻസോട് കൂടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല പറ, ഞങ്ങള് നിലവിളിക്കാൻ കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ നിലവിളി.